അടുപ്പി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, ദേവമാതാ കോളേജിലെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ദേവമാതാ കോളേജിലെ സുന്ദരന്മാരെ സുന്ദരിമാരെ, ഞാനൊരു നല്ല പ്രാസംഗികനല്ല. ഈ വേദിയിൽ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനൊരു പോഡിയം ഉള്ളത് നല്ലതാണ്. കാരണം എൻ്റെ കാൽമുട്ടുകൾ വരയ്ക്കുന്നത് നിങ്ങൾ കാണില്ല. ഇത് വർഷങ്ങൾ ഇത്രയായി, 10-27 കൊല്ലമായി സംവിധായകനായിട്ട്. അന്ന് മുതൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാലയങ്ങളിൽ ഈ ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ ഒരു പ്രധാന ജോലിയാണ്. പക്ഷെ ഇപ്പോഴും ഒരു കലാലയത്തിൽ വന്ന് കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്യാമ്പസിൽ ഇപ്പോൾ ഈ ഹാളിലും ഈ വേദിയിലും ഇരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഞാനാണ്. ഏറ്റവും പ്രായമുള്ള ആൾ ഞാനായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രായക്കാരനാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ യുവ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. നമ്മളാകെ ചമ്മിപ്പോവും. ഇവിടെ വരാൻ കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുറവലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലവും കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പാലയിലും മരങ്ങാട്ടുപള്ളിയിലും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇത് ജോഗ്രഫിക്കലി എവിടെയാണ് ഈ സ്ഥലം എന്നുള്ളത് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡെന്നിസ് ജോസഫ് സാറൊക്കെ പഠിച്ച കോളേജ്, ബാബു നമ്പൂതിരി സാറ് പഠിച്ച കോളേജ്, ശ്രീകാന്ത് മുരളി എൻ്റെ സുഹൃത്താണ്. ശ്രീകാന്ത് ഇവിടെ പഠിച്ചതെന്ന് എനിക്ക്, പക്ഷേ ഞാൻ ആണോ ശ്രീകാന്തൊക്കെ വയനാട് നിലമ്പൂർ ഭാഗത്ത് പഠിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെയാണ്, മനസ്സിലായി. അപ്പോൾ സിനിമയിലെ സഹപ്രവർത്തകരും ഒക്കെ പഠിച്ചൊരു കോളേജാണ്. എല്ലാ ക്യാമ്പസിനും ഒരു സ്വഭാവമുണ്ട്. അത് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് വളരെ സമ്പന്നമായൊരു കലാലയ ജീവിതം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ച് അത് പറയാതെ പറ്റില്ല. ഇവിടുത്തെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ള റൈറ്റർ ജിസ ജോസ്, അവരുടെ നോവലുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ജിസ ജോസ് മാഡത്തിൻ്റെ സുഹൃത്ത് മിനി ടീച്ചറാണ്. മിനി ടീച്ചർ വഴി ജിസ ജോസാണ് എന്നെ വിളിക്കുന്നതും ഇവിടെ വരണമെന്നൊക്കെ പറയുന്നത്. മിനി ടീച്ചർ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. നേരത്തെ കണ്ടിരുന്നെങ്കിൽ ജിസ പറഞ്ഞില്ലെങ്കിലും ടീച്ചർ വിളിച്ചാൽ ഞാൻ വന്നേനെ. ഇവിടെ വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ക്യാമ്പസുകളുടെ സ്വഭാവം പറയാൻ കാരണം നിങ്ങൾ നല്ല ഭാഗ്യമുള്ളവരാണ്. ഞാൻ ഇത്രയും സരസമായി സംസാരിക്കുന്ന ഒരു പ്രിൻസിപ്പളിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിന് ക്യാമ്പസുകളിൽ ചെല്ലുമ്പോൾ ഈ അച്ഛന്മാർ നടത്തുന്ന കോളേജുകളിൽ പ്രിൻസിപ്പൾ അച്ഛനായിരിക്കും. അപ്പം ഈ ഭയങ്കര സ്ട്രിക്റ്റായിരിക്കണം പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പം കുറച്ചൊക്കെ അതിൽ കാര്യമുണ്ട്. പിള്ളേർ അല്ലെങ്കിൽ തലേ കയറി നിരങ്ങും, അത് വേറെ വിഷയം. പക്ഷെ അവരെ രസകരമായി ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ ഈ അച്ഛന്മാർ പ്രിൻസിപ്പളായിട്ടുള്ള സ്ഥലങ്ങളിൽ സിനിമാക്കാരോട് വലിയ താല്പര്യം ഉള്ളിലുണ്ടാവില്ല. ഇവന്മാർ ഭയങ്കര കുഴപ്പക്കാരാണെന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ടല്ലോ. അപ്പോൾ വരുമ്പോൾ തന്നെ എന്നോട് പറയും, കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, നല്ല കാര്യങ്ങൾ പറയണം അവരോട്. അപ്പോൾ എനിക്ക് അറിയാവുന്നൊരു കാര്യം, ഈ ഉപദേശം പോലെ ഉപയോഗശൂന്യമായ ഒരു സാധനം ലോകത്തില്ല. കാരണം ഉപദേശങ്ങൾ കൊണ്ട് നമ്മൾ നന്നായി ഉപദേശിക്കുകയാണെന്ന് തോന്നിപ്പോയാൽ അത് പൊളിഞ്ഞുപോയി എന്നാണ് അർത്ഥം. അത് വർക്കാവില്ല. ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗുമസ്തനായിട്ടോ അല്ലെങ്കിൽ പരമാവധി ഒരു ക്ലർക്കാവും, അതിലപ്പുറം ഒന്നും ആവുമായിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്.
ഉപദേശങ്ങൾക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ ഒരു കോൺവെൻറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ കന്യാസ്ത്രീകൾ വളർത്തിയ കുട്ടിയാണ് ഞാൻ. അപ്പോൾ സിസ്റ്റേഴ്സ് ചെറുപ്പം മുതൽ എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് കന്യാസ്ത്രീകൾ പലരും കരഞ്ഞു. സാരില്ലല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം, അവൻ നന്നാ. എന്തോ ഒരു അപകടത്തിലേക്ക് ഞാൻ പോവാണ്, പാവങ്ങളാണ്. അപ്പം ഞാൻ അന്ന് എൻ്റെ പാത എന്താണെന്നുള്ളത് ഈ പഠിക്കുന്ന കാലത്തൊന്നും എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഓരോ കാലത്തും എനിക്ക് ഓരോ ആഗ്രഹങ്ങളായിരുന്നു. പിന്നീട് സിനിമയാണ് എൻ്റെ തട്ടകമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ്. ഒരു സിനിമ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അടുത്തുനിന്ന് കാണാം എന്നുള്ള കൗതുകത്തിലാണ് ഞാൻ ആദ്യ സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് എൻ്റെ സ്ഥലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യാതൊരു കഴിവുകളുമുള്ള ആളായിരുന്നില്ല, ഒരു കഴിവുകളും ഉണ്ടായിരുന്നില്ല. ഞാൻ പാട്ട് പാടില്ല, ഞാൻ നൃത്തം ചെയ്യില്ല, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല, ഞാനൊരു കവിത എഴുതിയിട്ടില്ല, ഞാനൊരു കഥ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കോളേജിലുള്ള നല്ല ആക്ടേഴ്സ്, നാടകം ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതിഗംഭീരമായിട്ട് പാടുന്നവർ, ഭയങ്കര സ്പോർട്സ് താരങ്ങൾ, അവരൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ജന്മം എന്ന് പറയുന്നത് ഒരു പ്യുവർ വേസ്റ്റാണ്. എൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങൾക്കൊരു ഗ്യാങ്ങുണ്ട്, 10-17 പേരുള്ളൊരു ഗ്യാങ്ങാണ്. അതിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾ ഞാനാണ്. മറ്റേ ഒരു 6-4 തൊട്ടിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ നടന്നു വരുന്നത് എന്നൊരു ചെറിയ ട്രയാങ്കിൾ നടന്നു വരുന്ന പോലെയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ നടന്നു വരുന്നവർ. ഏറ്റവും ചെറിയ ആൾ ഞാനാണ്. അപ്പം ഞാനിങ്ങനെ ദൈവത്തിനോട് ചോദിക്കും, ഭയങ്കര ക്രൂരതയാണ് എന്നോട് കാണിച്ചത്, എന്തെങ്കിലും ഒന്ന്. അതിൽ മെയിൻ കാര്യം ഞങ്ങളുടെ മിക്സഡ് കോളേജാണ്, അതിസുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന വെള്ളവനാടിലെ കോളേജാണ്. വെള്ളവനാടൻ സുന്ദരിമാരുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഇവരെ ഇമ്പ്രസ് ചെയ്യാൻ ഒരു സാധനമെങ്കിലും എനിക്ക് തരായിരുന്നില്ലേ ദൈവമേ എന്ന് ഞാൻ ചോദിക്കും. ഞാൻ പള്ളിയിൽ ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ കുറച്ച് കാലം ഗിറ്റാർ പഠിക്കാമെന്ന് വിചാരിച്ച് നടന്നു. ഗിറ്റാർ പഠിച്ചാൽ ചിലപ്പോൾ പെൺപിള്ളേർക്കൊക്കെ ഒരു ഇഷ്ടം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, നിങ്ങളുടെ രൂപം വലിയൊരു ഘടകമാണെന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ കോളേജിൽ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഈ ഉള്ളിലുള്ള അമർഷവും നിരാശയും ഒക്കെ എല്ലാ തല്ലിപ്പൊളി പരിപാടികളുടെയും നേതാവായിട്ടായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഇപ്പം ഇന്ന് നിങ്ങളുടെ ചെയർമാൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതുപോലെയൊന്നും സ്റ്റേജിൽ വന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റമൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റേജിൽ എല്ലാ പരിപാടിക്കും കയറും. ഈ ഗ്രൂപ്പ് പരിപാടികൾ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്. പാടാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല പാട്ടുകാരൻ ദിനേശുണ്ട്. ദിനേശാണ് വൈശാലിയിലെ ദും 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 ദുന്ദുബിനാദം എന്നുള്ള പാട്ടൊക്കെ പാടിയത്. ദിനേശിൻ്റെ നല്ല ഗാനമേള ഉണ്ടാവും. മത്സരത്തിന് എൻ്റെ ഗ്രൂപ്പും ഉണ്ടാവും, ലാൽ ജോസൻ ടീമിൻ്റെ ഗാനമേളയുണ്ടാവും. ഞങ്ങൾ കിച്ചൺ ഓർക്കസ്ട്രയും ആക്ഷൻ സോങ്ങൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ആ ഒരു കാലം ഞാൻ ഓർത്തു. ഉപദേശങ്ങൾ കൊണ്ട് കാര്യമില്ല, ഉപദേശമാണ് ഉപയോഗമില്ലാത്ത സാധനം എന്ന് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പഠിക്കുക. ഏത് ഉപദേശത്തേക്കാൾ കൂടുതലും നിങ്ങൾ ഈ ഉപദേശങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലെവിടെയോ കിടക്കുന്നുണ്ട്, എവിടെയോ സ്റ്റോറായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഈ പഴയ ഉപദേശങ്ങളെ റീകളക്ട് ചെയ്യുകയും നിങ്ങളത് അപ്ലൈ ചെയ്യാനും തുടങ്ങുക. അപ്പോൾ ക്യാമ്പസ് ലൈഫ് അതിലൊരു പ്രധാന കാര്യമാണ്. നിങ്ങൾക്ക് ഡിഗ്രി വരെ 3 വർഷമേ ക്യാമ്പസ് ഉള്ളൂ. ഞങ്ങളുടെ കാലത്ത് പ്രീ ഡിഗ്രിയും കൂടി കോളേജിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് 5 കൊല്ലത്തെ ക്യാമ്പസ് ലൈഫ് കിട്ടിയിട്ടുണ്ട്. ഒറ്റപ്പാലം NSS കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് മാത്സ് ഗ്രൂപ്പായിരുന്നു, ഡിഗ്രിക്ക് എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് 5 വർഷത്തെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എക്കണോമിക്സ് കൊണ്ട് ഞാൻ ജീവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്.
എക്കണോമിക്സിലാണ് ഇപ്പോഴും ഞാൻ കുറച്ച് പരാജയമായിട്ടുള്ളത് എക്കണോമിക്സിൻ്റെ കാര്യത്തിലാണ് എൻ്റെ ജീവിതത്തിലും. പക്ഷേ ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടപ്പോൾ, യാദൃശ്ചികമായിട്ടാണ് സിനിമയിൽ എത്തിപ്പെട്ടത്. സിനിമയിൽ എത്തിപ്പെട്ടപ്പോൾ പിന്നീട് 9 വർഷം കമൽ സാർ അടക്കമുള്ള 10ഓളം സംവിധായകരുടെ കൂടെ സംവിധാന സഹായിയായും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്തപ്പോൾ, പിന്നീട് ഞാനൊരു സംവിധായകനായപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി എന്നേക്കാൾ പാടാൻ കഴിവുള്ള, കഥ എഴുതാൻ കഴിവുള്ള, കവിത എഴുതാൻ കഴിവുള്ള, എന്നോടൊപ്പം നാടകങ്ങൾ സംവിധാനം ചെയ്തിരുന്ന, നാടകത്തിൽ അഭിനയിച്ചിരുന്ന ആളുകൾക്ക് ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത എന്താണ് എൻ്റെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് എന്നെ ഇവിടെ നിലനിർത്തിയത് എന്ന് തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ ക്യാമ്പസിൽ 5 വർഷങ്ങളാണ്. ഞാൻ എക്കണോമിക്സ് പഠിച്ചില്ല, ഞാൻ മാത്തമാറ്റിക്സും പഠിച്ചില്ല. പക്ഷേ എനിക്കൊരു ജീവിത വിദ്യാഭ്യാസം ഈ ക്യാമ്പസിൽ നിന്ന്, എൻ്റെ ക്യാമ്പസിൽ നിന്ന് കിട്ടിയിരുന്നു. അന്ന് പിന്നീട് സിനിമാ രംഗത്തും എൻ്റെ ജീവിതത്തിലും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും മിനിയേച്ചർ ആ ക്യാമ്പസ് ലൈഫിൽ ഞാൻ അനുഭവിച്ചിരുന്നു. ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയ വിഭാഗം കഥാപാത്രങ്ങൾ എൻ്റെ ക്യാമ്പസ് ലൈഫിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. എന്നിലുണ്ടായിരുന്ന കഴിവ് എന്തായിരുന്നു എന്ന് പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനൊരു ആസ്വാദകനാണ്. എനിക്ക് പാട്ട് ആസ്വദിക്കാൻ പറ്റും, എനിക്ക് നല്ല കഥകൾ ആസ്വദിക്കാൻ പറ്റും, എനിക്ക് നോവലുകൾ വായിക്കാൻ പറ്റും, എനിക്ക് നല്ലൊരു ചിത്രം കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ആസ്വാദകനാവുക എന്നുള്ളതാണ്. ആസ്വാദകനെ നല്ല മനുഷ്യനാവാൻ പറ്റുള്ളൂ. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല എന്ന് ആരെങ്കിലും പറയണ കേട്ടാൽ നിങ്ങൾ അയാളെ സൂക്ഷിക്കണം. അയാൾ അപകടകാരിയാണ്. പാട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് അയാൾക്ക് എന്നുള്ളത് ഉറപ്പായിട്ടും വിചാരിക്കാം. ഞാൻ ഒറ്റ കഥകൾ വായിക്കില്ല, എനിക്ക് കഥ വായിക്കുന്നത് ഇഷ്ടമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ എന്തൊരു തകരാറ് അയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ചെയർമാനും പ്രിൻസിപ്പളും കൊള്ളാം. രണ്ടുപേരും വളരെ സരസമായി സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. ചെയർമാൻ ബേസിൽ മിക്കവാറും കതറൊക്കെ ഇട്ടിട്ട് നമ്മൾ MLA ആയിട്ടോ മന്ത്രിയായിട്ടൊക്കെ കാണാനും സാധ്യതയുണ്ട്. ക്യാമ്പസിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ എനിക്ക് ഈ ക്യാമ്പസുകളിൽ വരുമ്പോഴുള്ള ഏറ്റവും വലിയ അപകർഷതാബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു നന്നായി സംസാരിക്കാൻ പ്രസംഗിക്കാനൊന്നും അറിയില്ല. ചില ആളുകൾ അത് ഈ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കൊതി തോന്നും. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ക്യാമ്പസിൽ വന്നിട്ടുള്ള വേണു നാഗവള്ളി സാർ അന്ന് ഒരു ആർട്സ് ഡേ ഇനോഗ്രേഷൻ വന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ട് നമ്മളിങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നത് പോലെ ഇരുന്നു പോവും. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ആ കാലത്ത് ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വേദിയിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ശ്രീരാം മേനോൻ സാറായിരുന്നു. ശ്രീരാം മേനോൻ സാർ എന്ന് പറഞ്ഞാൽ ടെററാണ്. പിള്ളേർക്കെല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പിള്ളേരുമായിട്ട് നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെയിൻ നോട്ടപ്പുള്ളിയായിരുന്നു ഞാനൊക്കെ. ആ വേദിയിൽ മേനോൻ സാറിൻ്റെ തൊട്ടടുത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇരിക്കുക. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് അന്നൊരു ഞങ്ങളെക്കാളൊരു 3-4 വയസ്സ് 5 വയസ്സൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ചെറുപ്പക്കാരനാണ്. പുള്ളി സ്റ്റേജിൽ ഇരുന്നിട്ട് സിഗരറ്റ് വലിച്ച് പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്ത് സിഗരറ്റ് പ്രിൻസിപ്പൾ അടുത്തിരിക്കുന്നുണ്ട്. ശ്രീരാം മേനോൻ സാറ് ആ ക്യാമ്പസിൻ്റെ പുറത്ത് റോട്ടിൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ വരെ ഫയർ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വേദിയിലിരുന്നിട്ട് ചുള്ളിക്കാട് സിഗരറ്റ് വലിച്ചു. അതൊക്കെ ഭയങ്കര ഓർമ്മകളാണ്. വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാരാണ്. മേനോൻ സാറ്, ഞാൻ വിചാരിച്ച മേനോൻ സാറിനൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും എന്നാണ്. പക്ഷേ ക്യാമ്പസ് കഴിയുന്ന ഞങ്ങളുടെ ഒരു സെൻഡ് ഓഫ് ഡേ ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ഷണിക്കാതെ അദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു ഞങ്ങളോട്, എക്കണോമിക്സുകാരോട്.
എന്നിട്ട് പറഞ്ഞു ഈ ക്യാമ്പസിൽ ഈ കോളേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിദ്യാർത്ഥി ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞു. അപ്പം ഈ വളരെ സ്ട്രിക്റ്റായിട്ട് നിന്നിരുന്നു. അപ്പം ഞാനത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ് ഈ ക്യാമ്പസ് രസകരമാക്കിയത് നീയാണ്, നിൻ്റെ നീയുള്ള വർഷങ്ങളിൽ ഇത് ക്യാമ്പസിന് രസകരമാക്കിയത് നീയാണ്. ഞാൻ കടിച്ചു പിടിച്ച് നിന്നത് നീ ഓവറായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് എൻ്റെ പിന്തുണയും കൂടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്തൊക്കെ ചെയ്യുന്ന എനിക്കൊരു ഐഡിയയും ഇല്ല, അതുകൊണ്ടാണെന്ന് എൻ്റെ ക്ലാസ്സിൽ വന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അധ്യാപകരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക ചിലപ്പോൾ ഈ ക്യാമ്പസ് കാലം കഴിയുമ്പോഴായിരിക്കും. അവരിലുള്ള ചില പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ഈ കാലം കഴിയുമ്പോഴാണ്. വലിയ നഷ്ടബോധം ഓരോ തവണ ഓരോ ക്യാമ്പസിൽ ചെന്ന് കയറുമ്പോഴും തോന്നും. ഞാൻ വേറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഈ പ്രിപ്പയർ ചെയ്തത് പറയാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദുരന്തം. കാണാപ്പാഠം പഠിക്കൽ പണ്ടും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വയ്ക്കാം. അപ്പോൾ ഇതൊരു റേഡിയോ പോലെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണോ എന്നറിയാതെ വൺ സൈഡഡായിട്ട് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം എനിക്ക് മറുപടി അറിയാം, എനിക്ക് ആ ചോദ്യത്തിൽ പിടിച്ച് കുറച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? മമ്മൂട്ടിയുടെ ശമ്പളം എത്രയാ? മറ്റേ ഇപ്പോഴത്തെ ഏറ്റവും ശമ്പളം കിട്ടുന്ന നടി ആരാ? ഏത് നടനും നടിയും തമ്മിലാണ് ഇപ്പോൾ പ്രണയം? ആരെയാണ് ഡേറ്റ് ചെയ്യണത്? അത്തരം ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരവില്ല. ഞാൻ സിനിമ കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരാളാണ്. സിനിമയിലെ ഗോസിപ്പൊക്കെ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ അറിയാറ്. കാരണം അവൾ ടീച്ചറാണ്. ഈ ടീച്ചർമാർ സ്റ്റാഫ് റൂമിൽ മെയിൻ പരിപാടി സിനിമയിലത്തെ ഗോസിപ്പുകൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യ പറഞ്ഞിട്ടാണ് സിനിമാ ഗോസിപ്പുകൾ ഞാൻ അറിയുന്നത്. അതല്ലാത്ത സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ചെറിയ കാര്യം കൂടി, ഒരു ഉപദേശമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ പറയാം. അത് നമ്മളൊക്കെ പഠിപ്പിക്കുന്ന നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പഴമൊഴിയുണ്ട്, അനുഭവം ഗുരു എന്ന്. അതിലൊരു ചെറിയ തിരുത്തുണ്ട്. മറ്റുള്ളവരുടെ അനുഭവം നമ്മുടെ ഗുരു ആയാൽ നമുക്ക് കൊള്ളാം. കാരണം നമ്മുടെ ജീവിതത്തിലൊരു ദുരന്തമുണ്ടായതിനു ശേഷം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കണ്ണ് തുറന്നും കാതു തുറന്നും വയ്ക്കുക. അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ വലിയ ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും നിങ്ങളുടെ പരിസരത്തുള്ള ആളുകളെ നിരീക്ഷിക്കുക, അവരുടെ ജീവിതത്തിലേക്ക് നോക്കുക, അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുക. അതാണ് എന്നെ പിൽക്കാലത്തൊരു സംവിധായകനാക്കിയത്. ഞാൻ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കിനൊരു ക്യാമ്പസിൽ പോയപ്പോൾ അതിൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, 15 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരിക, പഴയ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് ഇരിക്കുക, അവരെ കാണാൻ കൊതിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഫോഴ്സ്ഡായിട്ടുള്ള, അൺറിയലായിട്ടുള്ള, റിയലല്ലാത്ത ഒരു തോട്ടല്ലേ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പേര് പോലും പലരുടെയും പേര് പോലും എനിക്കറിയില്ല എന്നാ പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ചിലപ്പോൾ ഈ തലമുറകളുടെ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കാലത്ത് എൻ്റെ കോളേജിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന എല്ലാ കുട്ടികളുടെയും പേരറിയാമെന്ന് മാത്രമല്ല അവരുടെയൊക്കെ പേരൻസിൻ്റെ പേരറിയാം. ഇതിലെ ആൺപിള്ളേർക്ക് എത്ര പേർക്ക് പെങ്ങന്മാരുണ്ടെന്നുള്ളതിൻ്റെ കറക്റ്റ് കണക്കുണ്ട്. ഈ പെൺകുട്ടികളുടെ വീട്ടിൽ എത്ര ചേച്ചിമാർ അനിയത്തിമാരുണ്ടെന്നുള്ള എൻ്റെ കണക്കുണ്ട്. അവരെയൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. അവരുമായിട്ട് എനിക്ക് കണക്ഷനുണ്ട്. ഞാൻ അവരായിട്ട് സോഷ്യൽ മീഡിയ വന്നപ്പോൾ വീണ്ടും അവരൊക്കെ ആയിട്ടുള്ളൊരു കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്. അന്ന് ഞങ്ങൾക്കും ഈ മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആൾക്കാരായിട്ട് ബന്ധപ്പെടണമെങ്കിൽ കത്തെഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ സൈക്കിൾ എടുത്ത് അവരുടെ വീടിൻ്റെ പരിസരത്ത് കറങ്ങണം, അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി ആണെന്ന് എന്നും പറഞ്ഞ് അവരുടെ വീടുകളിലേക്ക് ഇടിച്ചു കയറണം. എൻ്റെ സഹപാഠികളുടെ അമ്മമാരെ എല്ലാവർക്കും എന്നെ അറിയാം. കാരണം ഞാൻ അവരുടെ വീട്ടിൽ ഒരു മാസത്തിലൊരു തവണയെങ്കിലും ചെന്ന് കയറും. അവിടെ നിന്ന് ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ബന്ധം പുതിയ കാലത്ത് കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഇല്ലാതായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പല കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിൽ എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മെൻ്റൽ ട്രോമയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ ഒരു കോള്, നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ലാൽ ജോസ് സാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ചെറിയ ചളിപ്പുണ്ട്. കാരണം അവർ നമ്മളെ സാറിന് വിളിക്കാൻ മാത്രമുള്ള ആളൊന്നും അല്ല നമ്മളെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെ വീണ്ടും ഭൂമിയിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ ഒപ്പം കോളേജിൽ പഠിച്ച സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചിട്ട്, ഇപ്പം എൻ്റെ ഒപ്പം പഠിച്ച രതി എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരിയുണ്ട്. അപ്പോൾ അവളെ വിളിച്ച്, ഡാ നീ എവിടെയാ, ഡാ ലാലു നീ എവിടെയാ എന്നുള്ളൊരു കോള് വരുമ്പോൾ നമ്മളിങ്ങനെ നേരെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യും. അങ്ങനെ നിങ്ങളെ നോർമലാക്കുന്നതിന് അവരുടെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധവും ഈ കാലവും വളരെ പ്രഷ്യസാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജോലി കിട്ടിയിട്ട് മാസം ശമ്പളം കയ്യിൽ കിട്ടുമ്പോൾ വേണം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട. ഈ കാലം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടൂല. ഇത്രയും മനോഹരമായൊരു കാലം ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏതായാലും നിങ്ങളുടെ യൂണിയൻ ആർട്സ് ക്ലബും ഭദ്രമായ കരങ്ങളിലാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായി ഇത് രണ്ടും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ബാക്കി നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷനിൽ സംസാരിക്കാം. എൻ്റെ പ്രസംഗം ഇഷ്ടമായില്ലെങ്കിൽ ദയവേത് ക്ഷമിക്കുക. വിദ്യാർത്ഥികൾക്ക് പ്രിയ ബഹുമാനപ്പെട്ട ലാൽ ജോസ് സാറുമായി സംവദിക്കാനുള്ള അവസരമാണിത്. തൽപരരായ വിദ്യാർത്ഥികൾ യഥാസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയോ വേദിയുടെ മുൻനിരയിലേക്ക് എത്തുകയോ ചെയ്യണമെന്ന് അറിയിക്കുന്നു. സാർ നമസ്തേ. നമസ്തേ. എൻ്റെ പേര് വാണി. സാറ് ഡയറക്റ്റ് ചെയ്ത മൂവീസിൽ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു മൂവി, ആ മൂവിയിലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീനും പറയാമോ? ബേസിക്കലി ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും എൻ്റെ ലൈഫിൽ നിന്നുള്ള എലമെൻസ് ഉണ്ട്. ഇപ്പം മീശമാധവൻ എന്ന് പറയുന്ന സിനിമ, ഒറ്റപ്പാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഒറ്റപ്പാലത്തിനൊരു ആസ്ഥാന കള്ളനുണ്ടായിരുന്നു. ചാട്ടവാർ ചാമി എന്നായിരുന്നു അയാളുടെ പേര്. ചാട്ടവാർ ചാമി ഒറ്റപ്പാലത്ത് എവിടെ മോഷണം നടന്നാലും പോലീസുകാർ വന്നിട്ട് ഇയാളെ പൊക്കും, ഇടിച്ച ഉടനെ ചാമി പറയും ഞാനാ കട്ടെന്ന് പറയും. അങ്ങനെ ഒരു 40-45 വയസ്സായപ്പോൾ പെട്ടെന്ന് ചാമി പോലീസുകാരുടെ ഇടി കൊണ്ട് മരിച്ചുപോയി. പക്ഷെ ചാമിയുടെ മരണത്തിന് ശേഷം വീണ്ടും ഒറ്റപ്പാലത്ത് മോഷണങ്ങൾ നടന്നു. അപ്പോൾ മറ്റേത് സൗകര്യം ചാമി ഉണ്ടായിരുന്നപ്പോൾ പോലീസിന് സൗകര്യമായിരുന്നു, ചാമീനെ പിടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ചാമി മരിച്ചുപോയി, അപ്പോൾ ഇനി കള്ളനെ പിടിക്കണം. അങ്ങനെ പോലീസുകാരിങ്ങനെ നോക്കിയപ്പോൾ അവിടെ പണിക്കൊക്കെ കൂലിപ്പണിക്ക് വിറക് വെട്ടാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ചാമിയുടെ മകൻ ഉണ്ണിയെ കണ്ടു. അപ്പോൾ ഏതോ ഒരു പോലീസുകാരൻ്റെ തലയുടെ മീതെ ഒരു ബൾബ് കത്തി. അങ്ങനെ ചാട്ടവാർ ചാമിക്ക് ശേഷം ചാട്ടവാർ ഉണ്ണിയായി. അപ്പോൾ ഈ ചാട്ടവാർ ഉണ്ണിയെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വിറക് വെട്ടാനൊക്കെ വരും. അപ്പോൾ ഈ ഉണ്ണി വരുമ്പോൾ അപ്പൻ അമ്മയോട് പറയും, എടേ ആ ഉണ്ണി വിറക് വെട്ടാൻ വരുന്നുണ്ട്, ആ കിണ്ടിയും മന്തിയും ചെപ്പുകോടൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചോന്ന് പറയും. അത്രയേ ഉള്ളൂ പേടി. കള്ളനാണെന്നറിയാം. അത്
മീശമാധവൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ മീശമാധവൻ്റെ ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് ഉണ്ണിയെക്കുറിച്ചുള്ള മെമ്മറീസ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മീശമാധവൻ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ദിലീപ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ജഗതി ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രമാണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് പുറത്ത് ഒരു തൂണിൻ്റെ അവിടെ ദിലീപ് നിൽക്കുന്ന ഒരു സീനുണ്ട്. അയാൾക്കതിലൊന്നും ചെയ്യാനില്ല സീനിൽ. അയാൾ നിൽക്കുന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ പിടച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ പിടിച്ച് തോർത്ത് പിഴിഞ്ഞ മാതിരിയാണ് നിൽക്കുക. അത് ഉണ്ണിയുടെ നിപ്പാണ്. ഉണ്ണി മോഷ്ടിക്കാൻ വിചാരിക്കുന്ന വീടിൻ്റെ പരിസരത്ത് അപ്പുറത്തൊക്കെയുള്ള ലാമ്പ് പോസ്റ്റിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഈ പിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അറിയാം നമുക്ക് ഇവൻ അവിടെ എവിടെയോ നോട്ടിട്ടിട്ടുള്ള നിപ്പാണ്. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങളും, ഇപ്പോൾ ഈ മീശമാധവനിലെ തന്നെ ത്രിവിക്രമൻ പിള്ള എന്ന് പറയുന്ന കൊച്ചിൻ ഹനീഫ ചെയ്ത ക്യാരക്ടർ, അതിന് ആ ക്യാരക്ടറിനെ ഈ പെടലി കഴുത്തിന് കുഴപ്പമുള്ള ആളാക്കാമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അമ്മയുടെ വല്യച്ഛൻ്റെ മകൻ ഉണ്ട്. അദ്ദേഹത്തിന് കല്യാണം നിശ്ചയിച്ച സമയത്ത് ഒരു വാദപ്പനി വന്നു. പനി മാറിക്കഴിഞ്ഞപ്പോൾ ഈ കഴുത്ത് സ്റ്റിഫായിപ്പോയി. അപ്പം ഞങ്ങളുടെ എൻ്റെ അമ്മയേക്കാളൊക്കെ വളരെ മൂത്ത ചേട്ടനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വല്യപ്പൻ, ഞങ്ങൾ തൃശ്ശൂർ വല്യപ്പൻ എന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് പുറകിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഴുത്ത് തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫുൾ ബോഡി ടേൺ ചെയ്തിട്ടാണ് നോക്കുക. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ വികൃതി പിള്ളേർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം പള്ളിയിലെ കണക്കെഴുത്തുകാരനായിരുന്നു. തൃശ്ശൂർ സൈഡിൽ പള്ളിയിൽ കണക്കെഴുതുന്ന ആൾക്കാരെ മേനോൻ എന്നാണ് പറയുക. പള്ളി മേനോൻ എന്ന് പറയും കണക്കെഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾ മേനോൻ വല്യപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മുമ്പ് മേനോൻ വല്യപ്പ എന്ന് വിളിക്കും. അപ്പോൾ പുള്ളി കഷ്ടപ്പെട്ട് ഇങ്ങനെ തിരിയുമ്പോൾ പിള്ളേരെല്ലാവരും ഒളിച്ചിരിക്കും. അപ്പോൾ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടാണ് പുള്ളി തിരിച്ചു പോവുക. ആ ഓർമ്മയിൽ നിന്നാണ് ത്രിവിക്രമൻ എന്ന് പറയുന്ന കൊച്ചിൻ ഹനീഫയുടെ ക്യാരക്ടറിന് ആ കഴുത്തിനുള്ള പ്രശ്നം ഉണ്ടായത്. അപ്പം അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മളുടെ ഓർമ്മകളിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലെ പഴംതുണി ഞാനാണ്. അതെൻ്റെ ക്യാരക്ടർ തന്നെയാണ്, പഴംതുണി. നരേൻ ചെയ്ത ക്യാരക്ടർ, അതിലെ പാട്ടുകാരൻ എന്നുള്ള വേർഷൻ ദിനേശാണ്. സുരേഷ് വാത്സൻ എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഒരു ഓണം വെക്കേഷൻ്റെ സമയത്ത് അറ്റാക്കായിട്ട് മരിച്ചുപോയി. അപ്പോൾ സുരേഷും വേറൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയണില്ലേ, അപ്പോൾ അത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പെൺകുട്ടിയായിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു, വേറെ ആർക്കും അറിയാത്തൊരു പ്രണയം. അതാണ് റസിയയും മുരളിയും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഒരു ബേസ് തോട്ട് എന്ന് പറയുന്നത്. സതീശൻ കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് കൊല്ലം ഫാത്തിമ കോളേജിൽ ജെയിംസ് ആൽബർട്ടിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ മോഡൽ ചെയ്തിട്ടാണ് സതീശൻ കഞ്ഞിക്കുഴി എന്നുള്ള പേര് വന്നത്. ഞാൻ പിന്നീട് ക്ലാസ്മേറ്റ്സ് റിലീസ് ചെയ്തതിന് ശേഷം കൊല്ലത്ത് ഫാത്തിമയിൽ വന്നപ്പോൾ ആ ആൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാനാണ് സതീശൻ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്ഷയിക്കേണ്ടത്. അപ്പം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, കഥാ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് ആയിഷ, സെക്കൻഡ് ഇയർ ഇംഗ്ലീഷിലെ സ്റ്റുഡൻ്റാണ്. സാറിൻ്റെ സംവിധാനത്തിലൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അയാൾ ഞാൻ നമ്മുടെ ഡോക്ടർ രവി തരകനായാലും മരുഭൂമിക്കഥയിലെ മുകുന്ദനായാലും അങ്ങനെ ഒരു അറബിക്കഥയിലെ മുകുന്ദനായാലും അങ്ങനെ പല ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിൽ സാറ് മനസ്സിൽ ചേർത്ത് വെക്കുന്ന അല്ലെങ്കിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയാമോ? ഇത് ഒരച്ഛനോട് മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് കുട്ടിയാണെന്ന് ചോദിക്കുന്ന പോലെയാണ്. എല്ലാ കഥാപാത്രങ്ങളോടും ഇഷ്ടം തോന്നുമ്പോഴാണ് നമ്മളത് സിനിമ ആക്കുന്നത്. ഒരു കഥാപാത്രത്തിനോട് ഇഷ്ടം തോന്നുകയും എൻ്റെ ഇഷ്ടം നാട്ടുകാരെയും കൂടി അറിയിക്കണമെന്ന് തോന്നുകയും അവരെ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നുമ്പോഴാണ് ഒരു സിനിമ ചെയ്യുന്നത്.
എനിക്ക് ചാണ്ടിയെ ഇഷ്ടമാണ്, മറവത്തൂർ കനവിലെ ചാണ്ടിയെ ഇഷ്ടമാണ്, മീശ മാധവനിലെ മാധവനെ ഇഷ്ടമാണ്, അയാളും ഞാനും തമ്മിൽ സാമുവലിനെ ഇഷ്ടമാണ്, അയാളും അല്ല അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലിനെ ഇഷ്ടമാണ്, അയാളും ഞാനും തമ്മിൽ സാമുവലിനെയും രവി തരകനെയും ഇഷ്ടമാണ്. ചില കഥാപാത്രങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു അറ്റൻഷൻ പിടിക്കാനോ പറ്റാതെ പോവും. അപ്പം അങ്ങനെയുള്ളതിൽ ഈ രസികൻ എന്ന് പറയുന്ന സിനിമയിൽ ശിവൻകുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് തിയേറ്ററിൽ അത്ര വിജയിച്ച ഒരു കഥാപാത്രമല്ല. രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമയിൽ നവനീത കൃഷ്ണനും സുരേഷ് ഗോപി ചെയ്ത അനന്തകൃഷ്ണനും നവനീത കൃഷ്ണനുമാണ്, ട്വിൻസാണ്. ആ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ സിനിമ അന്ന് ഫെയിലിയറായിരുന്നു. അപ്പോൾ കഥാപാത്രങ്ങളുമായിട്ടൊരു ആത്മബന്ധമുണ്ടാവുമ്പോഴേ നമുക്കത് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് ആ ആത്മബന്ധമുണ്ട്. ഇപ്പോൾ മീശമാധവനിൽ ലൈൻമാൻ ലോനപ്പൻ എന്ന് പറയുന്ന കുടിയനായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെയാണ്. അപ്പോൾ അത് ഒരെണ്ണം പ്രത്യേകിച്ച് എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് സാർ, എൻ്റെ പേര് അലീന എലിസബത്ത് ജോയ്, BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സാറിന് കരിയറിൽ എപ്പോഴെങ്കിലും ഗിവപ്പ് ചെയ്യണമെന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു സാറിനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാമോ? പലപ്പോഴും തോന്നും. കംപ്ലീറ്റ് ഈ പ്രൊഫഷൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അൺസർട്ടനിറ്റിയാണ്. അൺസർട്ടനിറ്റി, നിങ്ങൾ നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മാത്രമേ ചെയ്യൂ എന്ന് വാശി പിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സൈഡ് വീക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ ചില സമയത്ത് നമ്മൾ ഒരു വർഷമൊക്കെ എടുത്ത്, ഞാൻ ഏറ്റവും സജീവമായിട്ടുള്ള സമയത്ത് പോലും വർഷത്തിൽ 1.5 വർഷത്തിലൊക്കെയാണ് ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. പല സിനിമകൾക്കും ആ കാലത്ത് പ്രതിഫലം തന്നെ കിട്ടിയിട്ടില്ല. അപ്പം ഫലത്തിൽ ഒരു 2 സിനിമ 3 സിനിമയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ടോട്ടലി ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ടാവും. ഭാര്യയ്ക്ക് ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ് ഭാര്യ. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ ജീവിച്ചു പോയത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് നിർത്തിയിട്ട്, ഉദാഹരണത്തിന് മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയും ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന സിനിമയും കഴിഞ്ഞിട്ട് അത് രണ്ടും തിരക്കേടില്ലാണ്. മറവത്തൂർ കനവ് സൂപ്പർ ഹിറ്റായിരുന്നു, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ആവറേജ് ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാം ഭാവം ഫ്ലോപ്പായി. അപ്പോൾ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ 3 സിനിമയ്ക്കും കൂടി എനിക്ക് കിട്ടിയിട്ടുള്ള പ്രതിഫലം, ആദ്യത്തെ സിനിമയുടെ ശമ്പളം 1 ലക്ഷം രൂപയാണ്, രണ്ടാമത്തെ സിനിമയ്ക്ക് കിട്ടിയത് ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി കാറാണ്, പിന്നീട് 65,000 രൂപയ്ക്ക് വിറ്റ ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി കാറാണ്. ഞാനതാ പറഞ്ഞ, എക്കണോമിക്സിൽ ഞാൻ മോശമായിരുന്നു, കാശ് കണക്ക് പറഞ്ഞ് മേടിക്കുന്നതിൽ മോശമായിരുന്നു. അപ്പം എല്ലാ സെൻറ്റിമെൻസിലും വീഴുന്ന ഒരാളായിരുന്നു. അപ്പോൾ എല്ലാവരും പറ്റിച്ചു പോകുമായിരുന്നു. അപ്പോൾ 1,65,000 2 സിനിമകളിലെ പ്രതിഫലം. ആ 2 സിനിമകൾ ചെയ്യാനെടുത്ത കാലം എന്ന് പറയുന്നത് ഏതാണ്ട് 4 വർഷമാണ്. അപ്പോൾ 4 വർഷത്തെ വരുമാനം 1,65,000 രൂപയാണ്. രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് 50,000 രൂപ എൻ്റെ നിന്ന് കടം മേടിച്ചു. അങ്ങനെ 3 സിനിമകൾ കഴിഞ്ഞ് ആ സിനിമ പരാജയപ്പെടും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പണി പറ്റില്ല എന്ന് തോന്നി ഞാൻ ദുബായിക്ക് പോകാനൊക്കെ ഉള്ള എല്ലാം ശരിയായ സമയത്താണ് ദിലീപാണ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്, നീ അങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റില്ല, എന്നെ വെച്ചിട്ട് സിനിമ പ്ലാൻ ചെയ്യും, നീ കഥ റെഡി ആയാൽ ഉടനെ ഡേറ്റാണ്, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് ദിലീപാണ് എന്നെ വീണ്ടും ഈ കരിയറിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം രസികൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ സമയത്ത് ഞാൻ മെൻ്റൽ ഡിപ്രഷനിലേക്ക് പോയി.
ഡിപ്രഷൻ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഭാര്യയാണ് കണ്ടെത്തുന്നത് 3 ദിവസമായിട്ട് ഈ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല, കണ്ണടച്ചിട്ടില്ല എന്നുള്ളത്. രാത്രി ഉറക്കത്തിൽ നിന്ന് അവൾ നോക്കുമ്പോൾ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട്. ഞാൻ അറിയുന്നില്ല. ഞാൻ നോർമലായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ എന്നെ ഒരു വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വൈദ്യരുടെ പ്രത്യേക തരം ചികിത്സയിലാണ് ഞാൻ വീണ്ടും ഉറങ്ങുന്നത്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിലൂടെ നമ്മൾ പലതവണ കടന്നു പോയിട്ടുണ്ട്. ഗിവപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ വേറെ എന്താണ് നീ ചെയ്യുക എന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഞാൻ 21 വയസ്സിൽ സിനിമയിൽ വന്നതാണ്. സിനിമ മാത്രമേ എനിക്കറിയുള്ളൂ. വായിക്കാനും സിനിമ കാണാനും യാത്ര ചെയ്യാനുമാണ് ഇഷ്ടം. അപ്പോൾ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ തൊഴിലായി മാറുന്നതിൻ്റെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ മനുഷ്യ സഹജമായ ഭയം ഉണ്ടാവാറുണ്ട്. അത് സത്യമാണ്. സാർ, എൻ്റെ പേര് ഡിവൈൻ സൈമൺ. എന്ത്? ഡിവൈൻ സൈമൺ എൻ്റെ പേര്. ഡിവൈൻ സൈമൺ. ഞാൻ MA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. സാറിന് എനിക്കൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ഏറ്റവും വലിയ സിനിമ, എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട്, ഒന്ന് വിക്രമാദിത്യൻ. ഞാൻ എത്ര ഡൗൺ ആയി പോയാലും എനിക്ക് ഈ സിനിമയിൽ സാറിൻ്റെ ആ സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ആ വിക്രമാദിത്യൻ എന്നുള്ള സിനിമയാണ്. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ സിനിമ എന്ന് വേണം പറയാതെ. എനിക്ക് സാറിന് ആ ഒരു സിനിമ എടുക്കാൻ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അത്. വിക്രമാദിത്യൻ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കളയാം എന്ന് കരുതിയിട്ടുണ്ടായ സിനിമയല്ല. പലപ്പോഴും നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബേസിക് നേച്ചർ നിങ്ങളുടെ സിനിമയിലുണ്ടാവും. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ആ സിനിമയിൽ വരും. നിങ്ങളുടെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ആത്മീയത എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയത എന്ന് പറയുന്നത് ഞാൻ ഒരു റിലീജിയസ് രീതിയിലല്ല ഞാൻ പറയണത്. നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ അത് വെളിപ്പെടും നിങ്ങളുടെ ക്രിയേഷനിലൂടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വിക്രമാദിത്യനിൽ ആദിത്യൻ കടന്നുപോയ സങ്കടങ്ങളുടെ വേറെ പല വേർഷൻസിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വീണെടുത്ത് തന്നെ കിടന്നിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഈ ലാൽ ജോസ് എന്ന് പറയുന്ന ഞാനുണ്ടാവുമായിരുന്നില്ല. അപ്പം വീണ്ടും എഴുന്നേറ്റ് ഓടാൻ തയ്യാറുള്ളവർക്കാണ്, അവരെ കാത്തിട്ടാണ് വിജയം ഇരിക്കുന്നതെന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പലതവണ തളർന്ന് വീഴുകയും പലതവണ പിന്തള്ളപ്പെടുകയും പലതവണ വഞ്ചിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നിടത്ത് തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, ഒരു ഊർജം ഉണ്ടാവുക എന്നുള്ള, ആ ഊർജം കണക്ട് ചെയ്ത് എടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ ദേവാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ. ആ ഊർജം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ എന്ന് പറയുന്നൊരു സങ്കല്പത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഊർജം എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ വിശ്വസിക്കാം. അയാളെ മാതൃകയാക്കാം, അയാളുടെ ഉപദേശങ്ങൾ തേടാം, അയാളെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഊർജം എടുക്കാം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയണ്ട, നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സംഭരിച്ചു വയ്ക്കാം. അതിൽ നിന്ന് ചാർജ്ഡ് ആവാം. അപ്പം വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് കുട്ടികളുടെ സിനിമയായിട്ടായിരുന്നു. അതിൽ ഈ മുതിർന്ന കാലം എൻഡിൽ മാത്രം വരുന്നൊരു സീനായിരുന്നു. കുട്ടിക്കാലത്തെക്കുറിച്ചായിരുന്നു ആ സിനിമ. സ്ഥിരമായിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു കുട്ടിയും സ്ഥിരമായിട്ട് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കുട്ടിയും തമ്മിലുള്ള ഒരു മത്സരം പഠിക്കുന്ന കാലത്ത് ഉണ്ടാകുന്നു. അതിൻ്റെ ക്ലൈമാക്സിൽ
ഈ ഇപ്പോൾ വിക്രമാദിത്യൻ്റെ ക്ലൈമാക്സ് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അത് ചെയ്യാൻ. അന്ന് നമ്മൾ പൃഥ്വിരാജിനോടാണ് ഡേറ്റൊക്കെ ചോദിച്ചത്. കാരണം അവസാനം ക്ലൈമാക്സിൽ മാത്രം വരുന്ന ആ കുട്ടി IPS ഓഫീസറായിട്ട് വരുന്ന കുട്ടിയായിട്ട് പൃഥ്വിരാജിനെയാണ് നമ്മൾ അന്ന് ഉദ്ദേശിച്ചത്. ബാക്കി ഫുൾ സിനിമ കുട്ടികളെ വെച്ചിട്ടായിരുന്നു. പിന്നീട് ഇത് വർക്ക് ചെയ്ത് വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് മുതിർന്നവരുടെ തന്നെ കഥയാക്കിക്കൂടാ എന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വിക്രമാദിത്യൻ സംഭവിക്കുന്നത്. എനിക്ക് വലിയ അഭിമാനം തോന്നുന്ന സന്ദർഭങ്ങൾ വിക്രമാദിത്യൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഡൽഹി എയിംസിൽ പഠിച്ചിരുന്ന ഒരു നേഴ്സായ പെൺകുട്ടിയോട് അവളുടെ ചീഫ് ഡോക്ടർ പറഞ്ഞു, അയാളൊരു നോർത്ത് ഇന്ത്യനാണ്, ഇപ്പോൾ ഇവൾക്ക് മെഡിസിന് പോയിട്ട് ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇവളോട് പറഞ്ഞു, ഇവൾക്കൊരു CD DVD ഗിഫ്റ്റ് ചെയ്തിട്ട്, കവർ ചെയ്തിട്ട് ഒരു DVD ഗിഫ്റ്റ് ചെയ്തിട്ട് ഇവളോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാഷയിലുള്ളൊരു സിനിമയാണ്, നിനക്ക് ഇനിയും വേണമെങ്കിൽ ഒരു ഡോക്ടറാവാം, ഇനിയും വേണമെങ്കിൽ നിനക്ക് മെഡിസിന് ചേരാം, വേണമെന്നുണ്ടെങ്കിൽ സാധിക്കും, ഇത് നിങ്ങളുടെ ഭാഷയിലുള്ളൊരു സിനിമയാണ്, ഇത് കണ്ടാൽ നിനക്ക് അതിൻ്റെ മോട്ടിവേഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തു പോലും. ആ ഗിഫ്റ്റ് ചെയ്തത് വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമയുടെ വീഡിയോ CD ആയിരുന്നു. അവൾ ആ സിനിമ കണ്ടിട്ട് നേരെ വന്നിട്ട് സിനിമാ നടിയായി, ഡോക്ടറായില്ല. ദർശന എന്ന് പറഞ്ഞ് നിങ്ങളുടെ നാട്ടുകാരിയായ കുട്ടിയാണത്. അപ്പം ആ രീതിയിൽ ആളുകൾ ആ സിനിമ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഞങ്ങൾ പക്ഷെ അതൊരു കമേഴ്ഷ്യൽ സിനിമ ആയിട്ട് തന്നെ ചെയ്തതാണ്. കമേഴ്ഷ്യൽ സിനിമയായിട്ട് തന്നെ ചെയ്തതാണ്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു അത്. LJ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു. എന്തായാലും വലിയ സംതൃപ്തി നൽകിയ ഒരു സിനിമയായിരുന്നു വിക്രമാദിത്യൻ. നെക്സ്റ്റ് ആരെങ്കിലും? ഗുഡ് മോർണിംഗ് സാർ, എൻ്റെ പേര് ആദി സന്തോഷ്. ഞാൻ സെക്കൻഡ് ഇയർ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ കേരള സമൂഹം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആ വിഭാഗത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നതിന് ഏറെക്കാലം മുൻപേ ഇറങ്ങിയൊരു സിനിമയാണ് ചാന്തുപൊട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രധാന കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു നായകനാക്കി ഒരു സിനിമ എടുക്കുക കാരണം ഒരു മോട്ടീവ് എന്തായിരുന്നു? ബേസിക്കലി ബെന്നി P നായരമ്പലം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അറബിക്കടലും അത്ഭുത വിളക്കും എന്ന് പേരുള്ള ഒരു നാടകമായിരുന്നു അത്. നാടകം 2500ഓളം സ്റ്റേജുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് സക്സസ്ഫുള്ളി പ്രദർശിപ്പിച്ചൊരു നാടകമായിരുന്നു. എന്നോട് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ചെയ്യാനുള്ള സിനിമയ്ക്കുള്ള വിഷയങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാദിർഷയാണ് പറയുന്നത്. നാദിർഷയും ഞാനുമൊക്കെ സുഹൃത്തുക്കളാണ്, ദിലീപൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പം നാദിർഷയാണ് എന്നോട് പറയുന്നത്, ബെന്നി P നായരമ്പലത്തിൻ്റെ ഒരു നാടകമുണ്ട്, ഉഗ്രൻ നാടകമാണ്, അത് നമ്മുടെ ദിലീപിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്, നീ ആ നാടകം അതിൻ്റെ ബുക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊന്ന് ബെന്നിയെ പോയി കണ്ടിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബെന്നിയെ കാണാൻ പോയി. ബെന്നിയപ്പോൾ അതിൻ്റെ ഒരു കഥയുടെ ഐഡിയ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എപ്പോൾ ഈ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഈ കഥ വേറെ ആർക്കും കൊടുക്കരുത്, ഞാൻ എപ്പോഴെങ്കിലും വരും, എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചാന്തുപൊട്ട് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പിന്നീട് 8 വർഷത്തിന് ശേഷമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ അറബിക്കടലും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ നാടകത്തിലെ ആ ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ മാത്രമേ എടുത്തുള്ളൂ. കഥ അതല്ല, അതിൽ ഡബിൾ റോളൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് അത്തരം ആളുകൾ ഒരുപാട് പേരെ പേഴ്സണലി അറിയാം. ഒറ്റപ്പാലത്ത് ഈ ചെനക്കത്തൂർക്കാവിലെ പൂരമൊക്കെ ഉണ്ടാകുമ്പോൾ നൃത്തം ചെയ്യാൻ വരുന്ന ഒരു നാരായണൻ എന്ന നാരായണി ഉണ്ടായിരുന്നു. കഷണ്ടിയൊക്കെ ഉണ്ട്, ഭയങ്കര കഷണ്ടിയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ സ്ത്രീകളെ വസ്ത്രം ധരിച്ച് സ്ത്രീകളെ പോലെ നൃത്തം ചെയ്ത് സ്ത്രീകളെ പോലെ ബിഹേവ് ചെയ്യുന്ന നാരായണി എന്ന നാരായണൻ. അങ്ങനെ കുറേ ആൾക്കാർ, എനിക്ക് ഒരു ഗോപാലൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അവരൊക്കെ ഈ ട്രൈറ്റ്സ് ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ചാന്തുപൊട്ടിൽ
രാധാകൃഷ്ണനെ പൊതുസമൂഹം കുറേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ ട്രാൻസ്ജെൻഡർ അല്ല, രാധാകൃഷ്ണൻ പുരുഷൻ തന്നെയാണ്. അവൻ്റെ ലൈംഗികതയിൽ ഒരു ചോദ്യചിഹ്നവും ഇല്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇല്ല അവൻ്റെ ലൈംഗികതയിൽ. അവൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നുണ്ട്, അവർക്ക് അതിലൊരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. അപ്പോൾ അയാളുടെ ക്യാരക്ടർ ട്രാൻസ്ജെൻഡർ അല്ല, അയാൾക്കുള്ളത് ബിഹേവിയറൽ പ്രോബ്ലംസാണ്. അയാൾ നൃത്തമൊക്കെ പഠിച്ച് ചെറുപ്പം മുതൽ പെൺകുട്ടികളോട് കൂട്ടുകൂടി അയാളുടെ ബിഹേവിയറിൽ സ്ത്രൈണതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ ഞാൻ പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, നിങ്ങൾ വിശ്വസിക്കുക, അയാളിൽ പ്രകടമായ സ്ത്രൈണതയുണ്ട്. പക്ഷെ വളരെ ബലം പിടിച്ച് പുള്ളി അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രീ ആവുന്ന ഒരു മൊമെൻറ്റിൽ ഈ സ്ത്രൈണത പുറത്തു വരും. അത്തരം ഒരാളാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണന് ആ ഒരു ബിഹേവിയറിലുള്ള സ്ത്രൈണതയെക്കുറിച്ചാണ്. പിന്നെ അത്തരം ആളുകൾ നേരിടുന്ന ഒരു പരിഹാസവും അവർ സൊസൈറ്റിയിൽ നേരിടുന്ന വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെ അവരിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് ആ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇപ്പോൾ പുതിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും പുതിയ ഇതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അവരാരും സിനിമ കണ്ടിട്ടില്ല, അവരേതൊക്കെയോ ക്ലിപ്സ് മാത്രമേ കണ്ടില്ല, ടോട്ടൽ സിനിമ കണ്ടിട്ടില്ല. അപ്പം സിനിമ കാണാതെ വിമർശിക്കുന്ന ആളുകളുടെയും കാലമാണ് അന്ന്. അത് ഇറങ്ങിയ കാലത്ത് ഇവർക്കൊരു സംഘടന ഉണ്ടായിരുന്നു എറണാകുളത്ത്. ആ സംഘടനയുടെ പ്രതിനിധികൾ അവരുടെ വാർഷികം ഇനോഗ്രേറ്റ് ചെയ്യാൻ എന്നെ വിളിക്കാൻ വന്നു. അപ്പോൾ ഞാൻ ആദ്യം മരിച്ച് ഇവർ വല്ല അറ്റാക്ക് ചെയ്യാൻ വരികയാണോ, ഇവർ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുന്നത്, സാറേ ഇതിനു മുമ്പ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് വളരെ മോശമായ പേരുകളായിരുന്നു, ഇപ്പോൾ ഒരു നല്ല പേര് കിട്ടി, ചാന്തുപൊട്ട്, നല്ല ഭംഗിയുള്ള പേരല്ലേ, ഞങ്ങൾക്ക് യാതൊരു വിഷമമില്ല, സാറ് വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഫംഗ്ഷന് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം അതാണ് ചാന്തുപൊട്ടിൻ്റെ ഒരു കഥ. സാർ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇനിയൊരു സിനിമ സാറിൻ്റെ നമുക്ക് എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും? ഇനി ഒരു സിനിമ എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും സാറിൻ്റെ ഭാഗത്ത് നിന്ന്? ഇനി ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊനം എന്ന് പറയുന്നൊരു മലയാള നോവൽ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, പുസ്തക വായനയുള്ള ആൾക്കാരൊക്കെയാണ്, എത്ര പേര് വായിക്കാറുണ്ട്? നോവലുകളും കഥകളൊക്കെ വായിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും വായിക്കും? കൈ വെക്കാവോ? 1 2 3 4 5 6 7 8 പേർക്ക് വായനയുള്ളൂ. വേറെ ആരും കഥയും നോവലൊന്നും വായിക്കാറില്ല അല്ലേ? വളരെ നന്നായി കുട്ടികളെ, അങ്ങനെ തന്നെ വേണം. പൊനം എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്, പൊനം. അത് KN പ്രശാന്ത് എഴുതിയ ഒരു നോവലാണ്. ആ നോവലാണ് ഞാനിനി സിനിമയാക്കാൻ പോകുന്നത്. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലുമാണ് അതിൽ അഭിനയിക്കുന്നത്. 2026 ഓഗസ്റ്റിലാണ് ഷൂട്ടിംഗ് ആരംഭിക്കുക. 2026 ലാസ്റ്റിലോ 2027 ആദ്യമോ ആയിട്ട് അത് റിലീസാവുള്ളൂ. അതായത് ഒരു 1.5 കൊല്ലം കൂടി കാത്തിരിക്കണം. വേറെ ആരെങ്കിലും? ഇടയ്ക്ക് പുസ്തകമൊക്കെ വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഈ റീൽസിൻ്റെ സോഷ്യൽ മീഡിയയുടെയും അഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഉള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ടാവും. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമാജിനേഷനിലാണ് അതിൽ വിഷ്വലുകൾ വരുന്നത്. അതിലെ കഥാപാത്രങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനിൽ, നിങ്ങളുടെ ഭാവനയിൽ രൂപങ്ങളുണ്ടാവും. ആ കഥ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ ഇമാജിനേറ്റീവ് പവർ വർദ്ധിക്കും. ഇപ്പം ഞങ്ങളുടെ കാലത്തൊന്നും ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇമാജിനേഷൻ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആളുകളെ ഒബ്സർവ് ചെയ്യാനൊക്കെ സമയമുണ്ടായിരുന്നു, ആളുകളെ നോക്കാനും അവരെ പഠിക്കാനും ഒക്കെ പറ്റുമായിരുന്നു.
നോവലുകളും കഥകളും വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളൊരു റീല് കാണുമ്പോൾ മറ്റൊരാൾ വിഷ്വലൈസ് ചെയ്ത മറ്റൊരാളുടെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. അത് കാണണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷെ അതിന് അഡിക്റ്റഡ് ആവരുത്. വായനയ്ക്ക് കുറച്ച് സമയം കൊടുക്കണം. വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷ്വലുകൾ നിങ്ങൾ മനസ്സിൽ കാണും. ആ വായിക്കുന്ന കഥാപാത്രത്തിൻ്റെ രൂപം, ആ കഥ നടക്കുന്ന സ്ഥലം ഒക്കെ നിങ്ങളുടെ ഇമാജിനേഷനിൽ കാണും. ഇമാജിനേഷൻ സംവിധായകനാവാൻ മാത്രമല്ല, ഇമാജിനേഷൻ വേണ്ടത് നിങ്ങൾക്ക് നല്ല ഭാര്യ ആവണമെങ്കിൽ, നല്ല ഭർത്താവണമെങ്കിൽ, നല്ല മകനാവണമെങ്കിൽ, മകളാവണമെങ്കിൽ, നല്ലൊരു പ്രിൻസിപ്പളാവണമെങ്കിൽ, നല്ലൊരു അധ്യാപകനാവണമെങ്കിൽ നിങ്ങൾക്ക് ഇമാജിനേഷൻ വേണം. ഇമാജിൻ ചെയ്യാനുള്ള കഴിവില്ലാത്ത ആളുകളാണ് മരം പോലത്തെ അധ്യാപകരും മരം പോലത്തെ ഒരു ഗുണമില്ലാത്ത ഡോക്ടേഴ്സ് ആവുന്നതൊക്കെ ഇമാജിനേഷൻ ഇല്ലാത്ത ആളുകളാണ്. ഏത് തൊഴിലിലും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, ഏത് വ്യക്തിപരമായിട്ട് നിങ്ങൾ നല്ല ആളുകളാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മിടുക്കന്മാരാവണമെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ സാധനം വേണം. അതുണ്ടാവാൻ സഹായിക്കും നോവലുകളും കഥകളും കവിതകളും ഒക്കെ. അപ്പോൾ വായിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അത് ഇങ്ങോട്ട് മാറിയെന്നോ, അല്ലെങ്കിൽ ഹൗൾ ചെയ്യും. ഇങ്ങോട്ട് അവിടെ ഇരുന്നോ. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് കാർത്തികേയൻ എന്നാണ്. ഇവിടെ ഫസ്റ്റ് DC മലയാളം സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, സാറ് സിനിമയിൽ വന്നതിന് ശേഷം, ഒരു ഡയറക്ടർ ആയതിനു ശേഷം സാറിൻ്റെ സന്തോഷകരമായൊരു നിമിഷം എന്താണെന്ന് പറയാമോ? സന്തോഷകരമായ നിമിഷം എൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം അത് കാണുന്ന ആളുകൾ ആ സിനിമ കഴിയുമ്പോൾ കൈയടിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. സാർ, എൻ്റെ പേര് അൻവിൻ. ഞാൻ സെക്കൻഡ് MA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ്. സാറിപ്പോൾ സംവിധാനത്തേക്കാൾ കൂടുതൽ അഭിനയം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയപ്പോൾ അതിൻ്റെ ഒരു കാരണം? അങ്ങനെ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. എൻ്റെ സിനിമകൾ തമ്മിലുള്ള അകലം കൂടി ഇരുന്നു. ഞാൻ അവസാനം ചെയ്ത സിനിമ സോളമൻ്റെ തേനീച്ചകളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3.5 വർഷമായി. ഈ 3.5 വർഷം ഈ പൊനം എന്ന് പറയുന്ന നോവലിൻ്റെ സ്ക്രിപ്റ്റിങ്ങും അതിൻ്റെ കാസ്റ്റിങ്ങും പരിപാടികളുമായിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ സിനിമ ഇല്ലാതെ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. സിനിമ മാത്രമേ എനിക്ക് അറിയുള്ളൂ. സിനിമയുമായിട്ട് ഈ 3.5 വർഷമൊക്കെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടമുണ്ട്. ആ സങ്കടത്തിന് പരിഹാരമായിട്ട് ആരെങ്കിലുമൊക്കെ ചെറിയ റോളിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ പോകും. അപ്പോൾ വീണ്ടും ഒരു സിനിമയുടെ ആംബിയൻസിലൊക്കെ പോയി ഇരിക്കാൻ, ക്യാമറ കാണാം, ഈ നടീനടന്മാർ അഭിനയിക്കുന്നത് കാണാം. നമുക്ക് ആക്ഷനൊന്നും കട്ടുന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് അവരുടെ കൂടെ അവിടെ ഇരിക്കാൻ പറ്റില്ല. ആ അന്തരീക്ഷത്തിലായിരിക്കുക എന്നുള്ള അതാണ് ആക്ടിങ്ങിൻ്റെ ഒരു സീക്രട്ട്. പിന്നെ 4 കൊല്ലമായിട്ട് വരുമാനമൊന്നുമില്ല. അപ്പോൾ ഈ അഭിനയിക്കാൻ ചെന്നാൽ കുറച്ച് പൈസയൊക്കെ തരുമായിരുന്നു. അപ്പം കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടുമില്ല. അപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന പണം ഒരു അട്രാക്ഷനാണ്. അതന്നെ കാരണം. അല്ലാണ്ട് ഞാനൊരു ഭയങ്കര ആക്ടറോ അല്ലെങ്കിൽ ഭയങ്കര സ്കില്ലുള്ള ആക്ടറൊന്നുമല്ല. പലപ്പോഴും എന്നെ വിളിക്കുന്നത് ലാൽ ജോസായിട്ട് തന്നെ അഭിനയിക്കാൻ, അല്ലെങ്കിൽ സംവിധായകൻ്റെ റോളിൽ. അല്ലാതെ ഒരു ക്യാരക്ടേഴ്സിനൊന്നും ആരും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാനതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാറില്ല. ആര് വിളിച്ചാലും പോവും. ആര് വിളിച്ചാലും അഭിനയിക്കാൻ വിളിച്ചാലും എന്ത് ക്യാരക്ടറാണെങ്കിലും പോയി അഭിനയിക്കും. ഇപ്പോൾ ഈ അടുത്തൊരു സിനിമയിൽ മാത്രം ഈ ഒരു 3 വയസ്സുള്ളൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരാളായിട്ട് അഭിനയിക്കാൻ വിളിച്ചു. അതിന് മാത്രം പോയില്ല. അത് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത് സങ്കല്പിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആർട്ട് ഫിലിമാണ്. അപ്പോൾ അതിൽ ഭയങ്കര ദുഷ്ടനായിട്ട് അഭിനയിക്കാൻ കുഴപ്പമൊന്നുമില്ല. ദുഷ്ടതയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കത് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് ഇത്തിരി കടന്ന കാര്യമായതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ആരെങ്കിലും പരിചയക്കാർ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ, നല്ല റോളുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറ.
താങ്ക് യു സർ. മറ്റ് ചോദ്യങ്ങളില്ലെന്ന് വിശ്വസിക്കുന്നു. പ്രചോദനാത്മകമായ വാക്കുകൾക്ക്, ഹൃദ്യമായ മറുപടികൾക്ക് ലാൽ സാറിന് ഹൃദയപൂർവ്വം നന്ദി. ഞാൻ ഇവിടെ വന്നത് നിങ്ങൾക്ക് സന്തോഷമായി എന്ന് വിചാരിക്കണം. നിങ്ങളെ കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്യാൻ പറ്റണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ രാവിലെ പുറപ്പെടുമ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചത് അതാണ്. എനിക്ക് ഒരു ഗഹനമായ പ്രഭാഷണങ്ങളൊന്നും നടത്താൻ അറിയില്ല, പക്ഷെ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. പിന്നെ നിങ്ങളെനിക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. താങ്ക് യു.